പ്രമുഖ കേസുകളിൽ പ്രതികളാകുന്നവരുടെ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള സമ്മർദ്ദം വർദ്ധിച്ചതിനെ തുടർന്ന് അവരുടെ വംശീയതയും ദേശീയതയും വെളിപ്പെടുത്തുന്നത് പരിഗണിക്കാൻ പോലീസ് സേനയ്ക്ക് മാർഗനിർദ്ദേശം നൽകി. സംഭവങ്ങളെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങൾ കാട്ടുതീ പോലെ പടരുകയും അത് പല കലാപങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പൊതുസുരക്ഷയ്ക്കുള്ള അപകട സാധ്യത കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ നാഷണൽ പോലീസ് ചീഫ് കൗൺസിൽ പോലീസ് സേനയ്ക്ക് ഇപ്പോൾ മാർഗനിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിലുള്ള സ്ഥിതിയിൽ കുറ്റം ചുമത്തപ്പെട്ട അയാളുടെ വംശീയത, ദേശീയത അല്ലെങ്കിൽ അയാളുടെ അഭയാർത്ഥി സ്റ്റാറ്റസ് എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതിൽ നിന്ന് പോലീസിനെ തടയുന്ന ഒരു മാർഗനിർദ്ദേശവും നിലവിലില്ല. വാർവിക് ഷെയറിൽ 12 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത 2 അഫ്ഗാൻ അഭയാർത്ഥികളുടെ ഐഡന്റിറ്റി മറച്ചുവെച്ചതിന് 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കുറ്റം ചുമത്തുകയുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ പോലീസ് സേനയ്ക്ക് പുതിയ മാർഗനിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ലിവർപൂളിനടുത്തുള്ള സൗത്ത് പോർട്ടിൽ ഒരു ഡാൻസ് ക്ലാസ്സിൽ കയറി ഒരു 17-കാരൻ 3 പെൺകുട്ടികളെ കൊലപ്പെടുത്തുകയുണ്ടായി. കൊലയാളിയുടെ വംശീയതയെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങൾ കാട്ടുതീ പോലെ പടരുകയും യഥാസമയം പോലീസ് ആ പ്രതിയുടെ വംശീയത വെളിപ്പെടുത്താത്തതാണ് പിന്നീട് നടന്ന വംശീയ കലാപങ്ങൾക്ക് ഒരു കാരണമായി കണ്ടെത്തിയിരുന്നത്. അതിനുശേഷം നടന്ന പല സംഭവങ്ങളിലും പോലീസ് പെട്ടെന്ന് തന്നെ പ്രതികളുടെ വംശീയത വെളിപ്പെടുത്താൻ തുടങ്ങി. മെയ് മാസത്തിൽ പ്രീമിയർ ലീഗ് കിരീടം നേടിയ ലിവർപൂൾ FC-യുടെ വിജയാഘോഷങ്ങൾക്കിടയിലേക്ക് ഒരാൾ ഒരു കാർ ഓടിച്ചു കയറ്റിയപ്പോൾ പൊതുജന താൽപര്യാർത്ഥം പോലീസ് അപ്പോൾ തന്നെ അയാൾ ഒരു ബ്രിട്ടീഷുകാരനാണെന്നുള്ള പത്രപ്രസ്താവന ഇറക്കിയിരുന്നു. ഇംഗ്ലണ്ടിലെ 22 വയസ്സിൽ താഴെയുള്ളവർക്ക് അവരുടെ വിദ്യാഭ്യാസത്തിനും ജോലി ആവശ്യങ്ങൾക്കുമായി സഞ്ചരിക്കുന്നതിനു വേണ്ടി ഫ്രീ ബസ് പാസ് അനുവദിക്കണമെന്നുള്ള പൈലറ്റ് പദ്ധതി MP-മാർ സർക്കാരിനോട് ശുപാർശ ചെയ്തു. 2022 മുതൽ സ്കോട്ട്ലൻഡിൽ 5-നും 22-നും ഇടയിലുള്ളവർക്ക് സൗജന്യ ബസ് പാസ് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇംഗ്ലണ്ടിൽ അത് കൗൺസിലുകളുടെ അധികാരം പോലെയിരിക്കും സൗജന്യ ബസ് പാസ് നൽകണോ വേണ്ടയോ എന്നുള്ളത്. ലണ്ടൻ, മാഞ്ചസ്റ്റർ എന്നീ 2 നഗരങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളിടങ്ങളിലെല്ലാം ബസ് ചാർജ് 3 പൗണ്ടായി വർദ്ധിപ്പിക്കുകയുണ്ടായി. ബസ് ചാർജ് താങ്ങാൻ കഴിയാത്തതിനാൽ പല യുവാക്കളും അഭിമുഖങ്ങളും പരിശീലനങ്ങളും വേണ്ടെന്ന് വെക്കുന്നതായി പല യൂത്ത് ചാരിറ്റി സംഘടനകളും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതുമൂലം 22 വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീ ബസ് പാസ് നൽകുകയാണെങ്കിൽ അത് അവരുടെ ജോലി സാധ്യതയും അപ്രന്റീസ്ഷിപ്പുകളും പരിശീലനവും നേടാൻ ഇടവരുത്തുമെന്നും ഈ സംഘടനകളും MP-മാരും സർക്കാരിനോട് പറയുന്നു. സ്റ്റെലാന്റിസ് കാർ ബ്രാൻഡുകൾ നിങ്ങൾ 2023-നും 2025-നും ഇടയിൽ UK-യിൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി ഈ കാറുകളെല്ലാം റീകോൾ ചെയ്തിട്ടുണ്ട്. ഈ മോഡൽ കാറുകളിലെ ഹൈ പ്രഷർ ഫ്യൂവൽ പൈപ്പിലെ പ്രശ്നം കാരണം 11 കാറുകൾ ഫ്രാൻസിൽ കത്തിയമരുകയുണ്ടായി. അത് കാരണമാണ് കമ്പനി ഇപ്പോൾ ഏകദേശം 72,150 കാറുകൾ തിരിച്ചു വിളിച്ചിരിക്കുന്നത്. UK-യിലെ തൊഴിൽ വിപണി ഒരു ഫ്രോസൺ സ്റ്റേജിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് കാണിച്ച് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പുതിയ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. UK-യുടെ തൊഴിലില്ലായ്മ നിരക്ക് 4.7% തുടരുകയാണ്. എല്ലാ ഇൻഡസ്ട്രീസിലുമായിട്ട് ഏകദേശം 5.8% ജോബ് ഓപ്പണിങ്സ് ആണ് കുറഞ്ഞിരിക്കുന്നത്. ജോലി ഉപേക്ഷിച്ചു പോയവരെയോ അല്ലെങ്കിൽ പുറത്താക്കിയവർക്കോ പകരമായിട്ട് കമ്പനികൾ പുതിയതായിട്ട് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നില്ലെന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളായിട്ട് ഏകദേശം 44,000-ഓളം ജോബ് ഓപ്പണിങ്സ് ആണ് കുറഞ്ഞിരിക്കുന്നത്. അവർക്ക് പകരമായിട്ട് പുതിയ റിക്രൂട്ട്മെന്റ് ഒന്നും നടത്തിയിട്ടില്ലെന്നാണ് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ പറയുന്നത്. ഈ കഴിഞ്ഞ ഏപ്രിലിൽ UK-യിലെ നാഷണൽ മിനിമം വേജ് എന്ന് പറയുന്നത് 11.44 പൗണ്ടിൽ നിന്ന് 12.21 പൗണ്ടിലേക്ക് കൂടുകയുണ്ടായി. അതേസമയം UK ഗവൺമെന്റിന്റെ പുതിയ സാമ്പത്തിക നയം അനുസരിച്ച് തൊഴിലുടമകൾ നൽകുന്ന നാഷണൽ ഇൻഷുറൻസ് 13% നിന്ന് 15% ഉയർത്തുകയുണ്ടായി. കൂടാതെ തന്നെ ആ പേയ്മെന്റ് ആരംഭിക്കാനുള്ള ശമ്പള പരിധി 9,100 നിന്ന് 5,000 കുറയ്ക്കുകയും ചെയ്തു. അതുമൂലം കമ്പനികൾ പുതിയ റിക്രൂട്ട്മെന്റുകൾ വളരെ കുറച്ചാണ് നടത്തുന്നതെന്നാണ് ഈ പട്ടിക സൂചിപ്പിക്കുന്നത്. എല്ലാ ഇൻഡസ്ട്രീസിലും തൊഴിലില്ലായ്മ രൂക്ഷമായിട്ടുണ്ടെങ്കിലും ഹോസ്പിറ്റാലിറ്റി, റീറ്റെയിൽ കൂടാതെ കൺസ്ട്രക്ഷൻ മേഖലയിലുമാണ് തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുന്നത്. പോസ്റ്റ് കോവിഡ് സമയത്ത്, അതായത് 2021-22 കാലയളവിൽ 14 ലക്ഷത്തോളം ജോബ് ഓപ്പണിങ്സ് ഉണ്ടായിരുന്ന സമയത്ത് 2025 ജൂലൈ മാസമായപ്പോഴേക്കും ആ ജോബ് ഓപ്പണിങ്സിന്റെ എസ്റ്റിമേറ്റഡ് നമ്പർ എന്ന് പറയുന്നത് 7,18,000 കുറഞ്ഞിരിക്കുകയാണ്.